തിരുവനന്തപുരം കിളിമാനൂരിൽ വാഹനമിടിച്ച് 59കാരൻ മരിച്ച സംഭവത്തിൽ പാറശാല SHOയ്ക്കെതിരെ നടപടി. അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, SHOയ്ക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ്. അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഞായറാഴ്ചയാണ് കിളിമാനൂരിൽ ഈ സംഭവം നടക്കുന്നത്. വെളുപ്പിന് 5 മണിയോടുകൂടി പുറത്തേക്ക് പോവുകയായിരുന്ന വയോധികനെ അനിൽകുമാറിന്റെ കാർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. അതിനുശേഷം കാർ നിർത്താതെ പോയിരുന്നു. തുടർന്ന് ഇദ്ദേഹം ചികിത്സയിലിരിക്കെ തന്നെ മരണമടയുകയും ചെയ്തു. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് കിളിമാനൂർ പോലീസ് അന്വേഷണം നടത്തിയിട്ടും ആദ്യഘട്ടത്തിൽ വ്യക്തമായ തെളിവുകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. പിന്നീട് CCTVകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കാറിന്റെ ഉടമയെ കണ്ടെത്തി. കാറിന്റെ ഉടമ പാറശാല SHO ആണെന്ന് SHO P അനിൽകുമാറാണെന്ന് കണ്ടെത്തിയും എന്നാൽ ആ കാറ് പിന്നീട് കൂടുതൽ അന്വേഷണത്തിൽ SHO ഒളിവിലാണെന്ന് പുറത്ത് നാട്ടിലില്ല, വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല എന്നൊക്കെയായിരുന്നു മറുപടി നൽകിയിരുന്നത് പോലീസ് നൽകിയിരുന്നത്. എന്നാൽ വീണ്ടും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കിളിമണ്ണൂർ പോലീസ് കാറ് പിടിച്ചെടുത്തു. തുടർന്ന് P അനിൽകുമാർ തന്നെ കുറ്റം സമ്മതിക്കുകയായിരുന്നു. താൻ ഈ കുറ്റം ചെയ്തു എന്ന് സമ്മതിച്ചു. ഇതേ തുടർന്നാണ് ഇപ്പോൾ തിരുവനന്തപുരം റൂറൽ SP തന്നെ ഒരു അന്വേഷണം നടത്തി അത് ഉത്തരമേഖല ദക്ഷിണ മേഖല DIGക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്നും ഒരിക്കൽ പോലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു. മാത്രവുമല്ല, വാഹനം ഇടിച്ച് പരിക്കേറ്റ് കിടന്ന ഒരാളിനെ സംരക്ഷിക്കുന്നതിന് പകരം വാഹനം നിർത്താതെ പോയി. എന്നിട്ട് ആ കുറ്റം സമ്മതിക്കാനോ തയ്യാറായില്ല. പക്ഷെ പിന്നീട് നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നാണ് ഈ കുറ്റം SHO സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. താൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും വാഹനം തട്ടിയിട്ട് ആള് എഴുന്നേറ്റ് നിൽക്കുന്നതായി കണ്ടു. അതുകൊണ്ടാണ് വണ്ടി ഓടിച്ചു പോയതെന്നാണ് പിന്നീട് SHO നൽകിയ വിശദീകരണം. എന്നാൽ അനിൽകുമാറിന്റെ ഈ വിശദീകരണത്തെ അംഗീകരിക്കുവാൻ റൂറൽ SP തയ്യാറായില്ല. ഇതേ തുടർന്നാണ് നടപടി വേണം എന്നുള്ള ആവശ്യം കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ദക്ഷിണ മേഖല DIGക്ക് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സസ്പെൻഡ് ചെയ്തത്. ശരി. തിരുവനന്തപുരം കിളിമാനൂരിൽ വാഹനമിടിച്ച് 59കാരൻ മരിച്ച സംഭവത്തിൽ പാറശാല SHOയ്ക്കെതിരെ നടപടി. അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. ഡി ബിനോയാണ് വിവരങ്ങൾ.